ചന്ദ്ര പോയിട്ടോ 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 പണി വെക്കരുത്. നിന്നെ എനിക്ക് വിശ്വാസാ. ചന്ദ്രനെ പോലെ അല്ല നീയെന്ന് എനിക്കറിയാം. ഞാനല്ലേ പരിചയപ്പെടുത്താന്ന് പറഞ്ഞേ. ഇത് ലൂസിയാ. അറിയാം. നമ്മുടെ ഫസ്റ്റ് ലോഡൊന്ന് ബ്ലോക്ക് ആയിരുന്നു. എന്ത് പറ്റി? വണ്ടിയും പോയി, പെണ്ണും പോയി, പൈസയും പോയി. അങ്ങോട്ട് പോയപ്പോ ഈ ലോറിയുടെ ബാക്കിൽ ഒരു കണ്ടെയ്നർ ഉണ്ടായിരുന്നില്ല, അതെന്ത് ചെയ്യും? അത് അപ്പുറത്തെ പറമ്പിലുണ്ട്. അപ്പൊ കവർ പേജിലേക്ക് ആവശ്യമുണ്ടോ ഇനി? അല്ല, അത് അച്ഛനടുത്തുണ്ട്. ഞാൻ വലുതാണ്, ഞാൻ വലിയ ബുക്കായിരുന്നത്. അതിൽ കവർ ഫോട്ടോ വെക്കാൻ പറ്റും. ഇതാണ് ജപ്പാൻ കോച്ച്. ജപ്പാൻ കോച്ചാ? അതെ, ഇമ്പോർട്ടഡാ? അതെ, ഇമ്പോർട്ടഡ്. അപ്പോ അന്യ സംസ്ഥാന തൊഴിലാളികളായിട്ട് നമ്മൾ രണ്ടുപേരായി ടിവിയില്. അപ്പാ സെർവർ കത്തിയേ. കറക്റ്റ് കാര്യം പറ. സെർവർ ആണോ കേരള വിഷനാണോ ഇപ്പം പറഞ്ഞു തരാം. ശരിയായോ അപ്പോ എല്ലാം? എല്ലാം ഓക്കെ. ഓ, അപ്പൊ സ്ഥിരം ഡയലോഗ് പറയും മള്ളി. ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന്റെ ഇടയില് മെമ്മറി ലോസ് ആയിരുന്ന. ആ ചന്ദ്ര, ഓ മള്ളി, ഓ പോയിട്ടോ ചന്ദ്ര. ചന്ദ്ര സ്റ്റോര കാണുന്ന നല്ലത്. അതാ കിടക്കുന്നുണ്ട് ഡെഡ് ബോഡി. വെച്ചിട്ടുണ്ട്. കേറ്റി ഇറക്കിയാ മതി. പോട്ടെ. ആ വണ്ടി പോയി. എല്ലാം പോയേ. കൂട്ടി പറയും അവിടെ ചെക്ക് ചെയ്ത് കൊടുത്താലേ. ബാബു അവസ്ഥ കേട്ടോ, ഒന്നും പറയാനും പറ്റുന്നില്ല കേട്ടോ നമ്മളോട് തിരിച്ച്. ഉറപ്പായിട്ടും മള്ളി 2 ദിവസം റോഡില് വണ്ടി കൊണ്ട് നടക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. ഒരു മിനിറ്റ് ബാബു, ഒരു മിനിറ്റ്. ഹലോ പറ ലൂസിയ, എന്ത് പറ്റി? അയ്യോ, എന്തായിരിക്കും അത്? എന്തോ പറയാനുള്ളത്? വേഗം പമ്പിന്റെ ഒരു കാര്യം പറയാനുണ്ട്. വണ്ടി എടാ മോനെ, ചെറിയൊരു പ്രശ്നം. ബാബു, ഞാൻ ഒരാളെ പരിചയപ്പെടുത്തരാ. ഞാൻ പമ്പിന്റെ ഓപ്പോസിറ്റ് എൻട്രൻസിൽ ഉണ്ട്. അങ്ങോട്ടങ്ങ് പോയെന്ന് സത്യം. ഈ വെമ്പിളരൊക്കെ ഇങ്ങനെ സത്യമാണോ? ചത്തോയോ? ഓ പറയടാ മള്ളി. ക്യാമള്ളി ഇപ്പൊ വരും. ഇപ്പൊ ആളെ പോരും. ആ ഓക്കെ. പറഞ്ഞോ ഹലോ ഹലോ. ആ കുറച്ച് നാളുകൊണ്ട് ഇങ്ങനെ കാണുന്നത് ഗ്യാങ് ഹൗസിലൊക്കെ വന്നായിരുന്നേ. ആണോ? ഒന്ന് മാറി കൊടുക്കാം. ചന്ദ്ര പോയിട്ടോ. ലെവി പോയിട്ടോ. ആ ലോ എടുത്തോ. കേട്ട് നമ്മള് ഫ്രണ്ട്സാണ്. ഓ പറ. ഞാൻ ഒരുപാട് കാണാൻ വേണ്ടി പറഞ്ഞു. എന്റെ പേര് ജെഡി എന്നാണേ. ജോൺ ജുരിരാജ് എന്നാണേ. ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഗ്യാങ് ഹൗസിലേക്ക് വന്ന് പ്രശ്നം കാണാൻ വേണ്ടി കുറെ നോക്കിയായിരുന്നു. ആണോ? ഞാൻ ഇവിടെ സിറ്റി സുനാമി വന്നപ്പോഴത്തേക്ക് കുറച്ച് ദിവസം ഇല്ലായിരുന്നേ. ഞാൻ വലിയൊരു ഫാനാണ് കേട്ടോ. അയ്യോ, താങ്ക് യു. എല്ലാ ദിവസവും ഇങ്ങനെ ഗ്യാങ് ഹൗസിൽ എത്തി വെക്കാറുണ്ട്. ബാബുനെ അറിയില്ലേ? ടിവിയിലുണ്ടായിരുന്ന ഒരു മെമ്പർ. ടിവിയിലുള്ള മെമ്പറാ. മറക്കാൻ പറ്റും. ബൗസറിനെ പരിചയപ്പെടണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ബൗസർ വല്ലപ്പോഴേ വരൂ.
ഇന്ന് ഭാഗ്യമുള്ള ദിവസമാണ് കേട്ടോ, അനുഗ്രഹിച്ചിരിക്കുന്നു. താങ്ക് യു. എടാ ഞങ്ങൾ ചെറിയൊരാളെ മീറ്റ് ചെയ്യണ്ട, ഒന്ന് മീറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് വരാവേ. മീറ്റ് ചെയ്തിരുന്നു. വാ വാ വാ. ലൂസി ഒന്ന് പരിചയപ്പെടുത്തി വിടാം. ബാബു പണി വെക്കരുത്, നിന്നെ എനിക്ക് വിശ്വാസമാണ്. ചന്ദ്രനെ പോലെ അല്ല നീ എന്ന് എനിക്കറിയാം. പണി വെക്കിരുന്നോ? ഇല്ലില്ല, അത് ഞാൻ ഏറ്റു. മുള്ളി ഇത് ആരായിരുന്നോ? ഒരു ചെറിയ ഇൻട്രോഡക്ഷൻ തരാൻ പറ്റുമോ? മിസ്റ്റർ എക്സ് ഞാൻ പറഞ്ഞില്ലേ. ഓ അതാണോ? ഇത് സെറ്റായോ? ഇല്ലല്ലോ. ഇല്ല സെറ്റായി കഴിഞ്ഞിട്ടല്ലേ ഞാൻ പണി വെക്കാറുള്ളൂ. ഹലോ 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 ആരാ? ബ്രോ അതെ സ്പാരോ ആയിരുന്നു. ഞാൻ ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്നു ബ്രോ, അപ്പൊ തിരക്കായിട്ടങ്ങ് പോയി. അപ്പം ബ്രോ എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോ ഒന്ന് വിളിക്കണം കേട്ടോ. ഇതാരാ? എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ല? ഇല്ല. സ്പാരോ മറ്റേ മനസ്സിലായില്ല? ഇല്ല. ഹലോ മറ്റേ ടാക്സിയില് മറ്റേ നമ്മള് കണ്ടായിരുന്നു അന്ന് ബീച്ചിൽ വെച്ചിട്ട്, ഇന്നലെ കഴിഞ്ഞ ദിവസം. മനസ്സിലായി. ഫ്രീ ആകുമ്പോ ഒന്ന് വിളിക്കണം. ആ ശരി. ടാക്സി പെട്ടെന്ന് എനിക്ക് കത്തിയില്ല. എന്ത് ചെയ്യടാ അവള്? എവിടെ വന്നു? ഇവക്കങ്ങ് താമസോ? ഇവക്കങ്ങ് മസ്താങ് പോയി. ക്യാഷ് തിരിച്ചു വയ്ക്കാൻ വന്ന കേട്ടോ പയ്യൻ. ഓ എന്തോ പറ. ഓ ഞാൻ ഒരാളെ കാണാൻ നിൽക്കുവായിരുന്നേ, കണ്ടിട്ട് വരാം. ഓക്കെ. ഓ പോയിട്ടോ. ഓ ഗുഡ് നൈറ്റ്. മിസ് യു. ഗുഡ് നൈറ്റ്. പോയിട്ടോ. അതെ. ബാബുവിന് റെഗുലർ ആണ്. അല്ല ബ്രോ, അവന്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കണം ബ്രോ. അവന് കുറെ അങ്ങനത്തെ കുറച്ച് തിരക്കില്ല. മറച്ചു വെക്കാൻ പറ്റിയ പമ്പ്. ഓ പറയടാ. ഞാൻ പോയിട്ട് വരാം. ഓ പോയിട്ടോ കില്ലാടി പോയിട്ടോ. നാളെ വരാം. നാളെ ഉണ്ടാവില്ലേ? നാളെ വരാം. എടാ ഇവരെന്ത് ചെയ്യടാ എല്ലാരും? ബാബുവിന്റെ നമ്പറിനകത്ത് ഏതായിരുന്നു? ഇതല്ലേ കൊള്ളാന്ന വണ്ടികൾ ഇവിടെ കൊറേ ഉണ്ട്. ഹലോ, കണ്ടു തെറ്റിയ നിന്നെ കാണാതാവും കേട്ടാ. ആ മുള്ളി, പക്ഷെ ഞാൻ കണ്ടു. ഇവിടെ മറ്റേ കുട്ടി പോണ്ടേട്ടോ. എവിടെ? ബ്രോ ഈ കാർ കിടക്കുന്ന പമ്പിന്റെ വെളി സൈഡില്ലേ? എവിടെന്ന് പറഞ്ഞേ? അപ്പൊ ഞാനിങ്ങനെ മുള്ളി ഈ മുള്ളി വെളിയിലോട്ട് വന്നില്ല, ഒരു പയ്യൻ വന്ന് മുള്ളി വിളിച്ചോണ്ട് വരും. ഇപ്പൊ എവിടെ? എൻട്രൻസ് ആണോ? ഇങ്ങോട്ട് ഗുഡ് ഹ്യൂമൻ ആണ് എങ്ങനെ പോയാലും. മുള്ളി നമ്മൾ ഒരുമിച്ച് നിന്നല്ലായിരുന്നോ ബാബു? ഞാനല്ലേ പരിചയപ്പെടുത്താന്ന് പറഞ്ഞേ. സോറി മറന്നു മുള്ളി, ഇത് ലൂസിയാ. അറിയാം. എന്തോ പമ്പിന്റെ ഓണറാന്നൊക്കെ പറഞ്ഞു. അതെ ഞാൻ നമ്മൾ സംസാരിച്ചില്ലേ ചന്ദ്രൻ മുള്ളി നമ്മുടെ പാർട്ട്നേഴ്സ് ആയിട്ടല്ലേ നടത്തുന്നേ. അപ്പോ നമുക്കൊരു വണ്ടി സംസാരിക്കാം. കാരണം ആള് കൂടി കഴിഞ്ഞാൽ മുള്ളി പാമ്പ് ചാവൂലെന്നാണ്. പറഞ്ഞോടാ. ഒരാളെ പരിചയപ്പെടുത്തറ. ഇത് എനിക്കറിയുന്നത് എന്റെ ഒരു ഫ്രണ്ടാണ്. പേര് കുണ്ടേശ്വര പെരുമാൾ. ഞാനല്ലേ
പെരുമാൾ അപ്പൊ 100 കോടി കിട്ടും മള്ളി പാൻറ് വരിക. ഒപ്പരം നടന്നിട്ട് പേരാണ്. വണ്ടി കേറി ശരി, കുന്നേൽ ബെന്നി. കുന്നേൽ ബെന്നി. ഓ ബെന്നി ആലോചിച്ചാ പേര് കിട്ടും. പരിചയപ്പെട്ട സന്തോഷം. ആ ആലോചിച്ചാ കിട്ടും. കുന്നേൽ ബെന്നി. പറഞ്ഞു മാറ്റി മലയാളത്തിൽ എങ്ങനെ വായിക്കും? അയ്യോ വേണ്ട ബ്രോ, പരിചയപ്പെട്ടത് സന്തോഷം. ഞങ്ങളൊരു ചെറിയ ഡീല് സംസാരിക്കും. ഇപ്പൊ വരാം. അല്ലല്ല മാസ്ക് ആക്ച്വലി വണ്ടി വേണം. ഇങ്ങോട്ട് വേണ്ട. ഗോഡ് ഓഫർ ഇന്നുണ്ടാവില്ല കേസ്. ഗോഡ് ഓഫർ ഒന്നും ഉണ്ടാവില്ല. അവരെത്രയും പേര് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമോ കേസ്? ഞാൻ നാളെ ഇരുന്ന് കുറച്ച് അധികം സ്ട്രീം ചെയ്യാം ഗോഡ് ഓഫർ. ഹലോ അണ്ണാ എടാ, ഞാൻ പമ്പിന്റെ അടുത്തുണ്ട്. നമ്മുടെ ഫസ്റ്റ് ലോഡൊന്ന് ബ്ലോക്ക് ആയിരുന്നു. എന്ത് പറ്റി? കുറച്ച് ഫണ്ടിന്റെ ആവശ്യം വരും. ഒരു ഹലോ അങ്ങനെ അങ്ങനെ മനസ്സിലായില്ലേ? ഹലോ ലൂസിയ പറ. അല്ലേ മള്ളി പൂർണ്ണ ചന്ദ്രൻ പോലും മേഘങ്ങൾക്കിടയിൽ ഒളിഞ്ഞാണിരിക്കാറ്. എന്നാലും ചെറുതാ. ഹലോ ഹലോ കേൾക്കുന്നില്ലേ? ഇല്ല ശബ്ദം പോയായിരുന്നു. പറഞ്ഞു. ഇപ്പൊ കേക്കാം. ഹലോ ഇപ്പൊ കേൾക്കാം. ഒരു മിനിറ്റ്. ഞാനേ ഒരു ബുക്ക് എഴുതുന്നു. ഹലോ അണ്ണാ, പറ ചന്ദ്ര. വണ്ടി ഒരു പണയില് കേറി നിൽക്കുക ഒരു വീടിന്റെ. ഇതെങ്ങനെ ഞാൻ ഇറക്കും? ഒന്നുകൂടി വിളിക്കാം, ഒരു മിനിറ്റ്. നമ്പർ ഒന്ന് ശരിയാവോ? ഞാൻ വണ്ടിയും പോയി, പെണ്ണും പോയി, പൈസയും പോയി. സത്യം പറഞ്ഞാൽ അതിന്റെ ഫ്രണ്ട് പേജ് ആയിട്ടുള്ളൂ. ഒരു മിനിറ്റ് കോച്ച്, ഒരു സെക്കൻഡ് പോലെ. ഹലോ വണ്ടി ആ മലയിലൊന്നൊന്ന് തെന്നി മാറിയതാ. ഒരു വീടിന്റെ മെമ്പോളിലാണ്. അങ്ങോട്ട് പോയപ്പോ ഈ ലോറിയുടെ ബാക്കിൽ ഒരു കണ്ടെയ്നർ ഉണ്ടായിരുന്നില്ല, അതെന്ത്? അത് അപ്പുറത്തെ പാമ്പിലുണ്ട്. ഒരു മിനിറ്റ് കാണിച്ചു തരാം അണ്ണനെ. വെയിറ്റ്, അതിനെ പറഞ്ഞ് ഇത് കിടക്കുന്നുണ്ടോ? ഒരു മിനിറ്റ് അണ്ണ, ഇതേ കണ്ടോ? അത് എങ്ങനെയാണോ നിന്നെയും കൊണ്ട് ഇതൊക്കെ പറ്റണ ചന്ദ്ര? നിന്റെ ഈഗോയ്ക്ക് വേണ്ടി 1300 കോടി പൊട്ടി. അതും പോരാണ്ട് 100 കോടി വീണ്ടും സ്റ്റോക്ക് എന്ന് പറഞ്ഞതാന്ന് അതും പൊട്ടി. നിന്നോട് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ആ പെണ്ണിനെ വേണ്ട. എനിക്ക് വയ്യ ചന്ദ്ര, നീ കോള് വെക്ക്. ബാബു, ഇനി നീ അടുത്ത വർഷമല്ല വരുള്ളൂ. ഇതൊക്കെ എന്തിനാ ഡിസ്കസ് ചെയ്യുന്നേ? എന്റെ ചോദ്യം അതാ. ഇതൊക്കെ നീ എന്തിനാ അറിഞ്ഞിരിക്കണേ? നിനക്കെങ്കിലും കുറച്ച് വിവരം ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പൊ സിറ്റിയിൽ ആണ്ടിൽ വർഷത്തിലൊരിക്കലാ വരണേ. ഇന്ന് വന്നാൽ ഈ ബുക്കിന്റെ പുറകെയാണ് ഞാൻ പറഞ്ഞില്ല ഒരു പുതിയ ബുക്ക് എഴുതുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിട്ടാണ് തന്തയിലായിരിക്കും. അതാണോ? അല്ല, മാറ്റിക്കിട്ട സുന്ദരി. ഞാൻ വല്ല പറയും ബാബു. ആക്ച്വലി എനിക്ക് ബുക്കൊക്കെ വായിക്കാൻ ഇഷ്ടമാണ്. അപ്പം ഇവന്റെ ബുക്ക് അങ്ങനെ വായിക്കാൻ പറ്റുന്ന കൊള്ളാത്ത ബുക്കല്ല. മറ്റേ ബുക്കാ? അതെ, ഏതല്ല, നല്ല മനുഷ്യർക്ക് പുറപ്പെട്ട് വായിക്കാട്ടോ. ഇവന്റെ അച്ഛനൊരു തുണ്ടുപുസ്തക റൈറ്റർ ആയിരുന്നു. അതായത് ചെറിയ തുണ്ട് കടലാസിൽ എഴുതൂലേ, അങ്ങനെ തുണ്ട് പുസ്തകം. അപ്പൊ കവർ പേജിലേക്ക് ആവശ്യമുണ്ടോ ഇനി? അല്ല, അത് അച്ഛനാണ് തുണ്ട്. ഞാൻ വലുതാണ്, ഞാൻ വലിയ ബുക്കാണ് എഴുതുന്നത്. അതിൽ കവർ ഫോട്ടോ വെക്കാൻ പറ്റും. തുണ്ടുപുസ്തകത്തിന് കവർ ഫോട്ടോ? അത് ഞാൻ വേറെ ബുക്ക് എഴുതിയിട്ടുണ്ട്. ലൂസിയുടെ ഫോട്ടോ എടുത്തവൻ എന്റെ ഫോട്ടോ ചോദിച്ചായിരുന്നു. അല്ല മുള്ളി, അത് കവർ പേജ് പുസ്തകത്തിലാണെങ്കിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇത് വലുതാണ്. അല്ല കുഴപ്പമില്ല, അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. നമ്പർ ഉണ്ടല്ലോ, ഞാൻ വിളിക്കാം.
ഓക്കെ വല്ലാത്ത അപ്പം ഞാൻ പ്രശ്നം. പറയാൻ വന്ന വാസു പറഞ്ഞോ. വേറൊന്നുമല്ല. ഞാനിവിടെ വന്നപ്പോ കേട്ടായിരുന്നു റേഡിയോ കണ്ടതായിരുന്നു. അപ്പൊ 50% ഓഫിന്റെ കാര്യത്തെ പറ്റി സംസാരിച്ചായിരുന്നു. ആ. അപ്പം ഇപ്പൊ കറലി കിടക്കുന്ന പമ്പിന്റെ ഒരു ലിറ്ററിന്റെ റേറ്റ് എന്ന് പറയുന്നത് 3500 അല്ലെ 6000 ഡീസൽ അങ്ങനെ പല റേറ്റ് ആയിട്ട് കിടക്കുന്നത്. അപ്പൊ അതിന്റെ 50% എന്ന് പറയുമ്പോഴത്തേക്ക് ഒട്ടും കാണില്ല. അത് മാത്രല്ല നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടേണ്ട എമൗണ്ട് പിന്നെ നിങ്ങൾ തിരിച്ച് ഞങ്ങൾക്ക് ബിസിനസ് തരുമ്പോൾ അതിനായിട്ടുള്ള പ്രോഫിറ്റോടെ ഞങ്ങൾക്ക് എടുക്കണം. മനസ്സിലായോ? അപ്പൊ നിങ്ങളിപ്പോ കുറച്ച് ആളത്തേക്ക് 50% കൊടുക്കുവാണെങ്കിൽ അപ്പം നിങ്ങൾ ഞങ്ങൾക്ക് തരുമ്പം അതിന്റെയും കൂടെ ചേർത്ത് വേണം തരാന്. ഈ പമ്പിന് ഞങ്ങൾ തിരിച്ച് നിങ്ങളെ ഏൽപ്പിക്കുമ്പോഴും അങ്ങോട്ട് പൈസ തരണം. അങ്ങനല്ല പിന്നെ ഇപ്പൊ നിങ്ങളിപ്പോ ഇവിടെ പെട്രോൾ റേറ്റ് ഇവിടെ നിന്ന് 3600 സംതിങ് ആണ്. ഓക്കെ, അപ്പം അതിന് നിങ്ങളിപ്പോ 50% ആണ് പറയണേ. അപ്പൊ ഏകദേശം ഒരു 1500 1600 വരും. അതിന് ഈ പമ്പിന് അങ്ങനെ ഇത് കൊടുത്തു കഴിഞ്ഞാല് ബാക്കിയുള്ള പമ്പെല്ലാം ഡൗൺ ആവും. എല്ലായിടത്തും സെയിം റേറ്റ് ഇട്ടാണ് അവിടെ പമ്പ് കൊടുക്കുന്നത്. റേറ്റ് എവിടെയെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കോൾ ചെയ്യും, അതിനെതിരെയുള്ള ആക്ഷൻസും കാര്യങ്ങളൊക്കെ എടുക്കും. അല്ല ഞാൻ ഒരു കാര്യം റേറ്റ് കുറയ്ക്കുന്നില്ല. ഇവിടുന്ന് പെട്രോൾ അടിക്കുന്നവർക്ക് 2 ബർഗറും 3 വെള്ളവും കൊടുക്കാവോ? പ്രശ്നമില്ലല്ലോ ആർക്കും. അതിന് കുഴപ്പമൊന്നുമില്ല. റേറ്റിന്റെ കാര്യം അങ്ങനെ ഇതായിട്ടാണ്. കുറച്ചുകൂടെ ഇങ്ങനെ ഡീറ്റെയിൽ സംസാരിക്കണമെങ്കിൽ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാനേജർ ഉണ്ട്, പുള്ളിയോട് സംസാരിക്കാം. നമ്മൾ ഉദ്ദേശിച്ച ബാറ്റർ സിസ്റ്റം പോലെ എന്തെങ്കിലും ചെയ്യാലോ ലൂസി? അതായത് ഇപ്പോ ഉദാഹരണത്തിന് പെട്രോൾ അടിക്കുന്നവർക്ക് ഒരു കൊല്ലം പഴം അല്ലെങ്കിൽ ബർഗർ. ഇപ്പൊ ഉദാഹരണത്തിന് ലൂസി പെട്രോൾ അടിക്കുവാണെങ്കിൽ ഒരു ഹൃദയം. അത് നിങ്ങളുടെ ഞാൻ പറഞ്ഞത് മെയിനായിട്ട് ലൈക് ക്യാഷിന്റെ ഇഷ്യൂ ഉണ്ട്. ബാക്കി നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളുടെ പ്രോഫിറ്റിന് വേണ്ടി നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ പമ്പിൽ ആൾക്കാർ വരണം, ഇത് ചെയ്യണം, എല്ലാം നിങ്ങളുടെ ഇതില് ബേസ്ഡ് ആണ്. ലൂസി പറഞ്ഞതിൽ ഒരു പോയിന്റ് ഉണ്ടാവും മള്ളി. സത്യം ഞാൻ ചന്ദ്രനോടൊന്ന് സംസാരിക്കാം. ഓക്കെ, അതായത് നിങ്ങൾക്ക് അതിന് ചേഞ്ചസ് ഇതിന് വരുത്തണമെന്നുണ്ടെങ്കിൽ ഞാനൊരു മാനേജറുമായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം. നമുക്ക് സംസാരിച്ച് എനിക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ ഞാൻ ചന്ദ്രനെ കൊണ്ട് നാളെ അങ്ങോട്ട് ലൂസിയുടെ അടുത്തോട്ട് വരാം. ഓക്കെ, പമ്പിന്റെ അടുത്തുണ്ട്. നാളെ ഡീറ്റെയിൽ ആയിട്ട് വന്ന് സംസാരിക്കാം. അത് പറയാൻ വേറൊരു കാരണമുണ്ട്. കാരണം ഞങ്ങള് ഡെയിലി മോർണിംഗും ഈവനിങ്ങും നൈറ്റും ഞങ്ങള് ഫുള്ള് ചെക്കിംഗ് ഉണ്ട് പമ്പ്. അല്ല ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അപ്പൊ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത്രയും കോടികൾ കൊടുത്ത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ഫിക്സഡ് റേറ്റിന് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരായിരുന്നു. എന്തിനാണ് ലേലം വെച്ചത്? ലേലം വെച്ചെന്ന് വെച്ചാൽ ഒരു പമ്പിന് ഇപ്പൊ എസ് പമ്പിന് തന്നെ അന്ന് വന്ന ആൾക്കാരുടെ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ 25+ ആയിരുന്നു. ഞങ്ങൾ പറഞ്ഞത് ലിമിറ്റഡ് സ്ലോട്ട് വെച്ചിട്ടാണ് 25 വന്നത്. പക്ഷെ അതിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. അല്ല ഞാൻ പറയട്ടെ, എന്റെ ത്രൂ ഔട്ട് ദ സിറ്റിയില് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെ കൊടുക്കാനാണെങ്കിൽ ഈക്വൽ ആയിട്ട് ഒരു എമൗണ്ടിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമായിരുന്നു. സോ ഇത്രയും പൈസക്ക് ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രിവിലേജ് വേണ്ട. ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു അതോറിറ്റി ഉണ്ടാവില്ലേ? ഇതൊക്കെ ഞങ്ങളുടെ ബിസിനസ് സാധനം നിങ്ങളുടെ കയ്യിൽ നിന്ന് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം അത് മുന്നോട്ട് നടത്തേണ്ടതും ഞങ്ങളുടേതല്ലേ, ഞങ്ങളല്ലേ. അപ്പൊ അത് എങ്ങനെ കൊടുക്കണം? അതെ, 1300 കോടിയാണ് ഈ ഒരു സാധനത്തിന് നമ്മൾ സ്പെൻഡ് ചെയ്തത്. അത് ശരിക്കും പറഞ്ഞാൽ അത് മാത്രല്ല ഇത്ര നാളായിട്ട് ആദ്യമായിട്ടാണ് ഇത്ര റേറ്റിന് ഒരു പമ്പ് പോകുന്നത്. ഭയങ്കര കമൈൻഡ് ഔട്ട് ആയി. കാരണം ഇത്ര റേറ്റ് പമ്പ് മേടിക്കുക എന്നുള്ളത്. ഈ കോള് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യണേ. ആ കോളുള്ള ആൾക്കൊന്ന് സംസാരിക്കണോ? ഹലോ, കേൾക്കുന്നുണ്ടോ? കേക്കാം. എന്താണ് പമ്പിൽ എന്താണ് ഇഷ്യൂ? എന്താണ് പമ്പില് ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 50% പറഞ്ഞു പമ്പിന് നമ്മളിപ്പോ 50% വെച്ച് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാല് അത് കുറച്ച് ലൈക്ക് നമ്മുടെ ഇത് വെച്ച് ഞങ്ങൾക്ക് കിട്ടിയത് വെച്ചത് നമ്മള് റേറ്റ് കൂട്ടുന്നില്ലല്ലോ. നമ്മള് റേറ്റ് കൂട്ടുന്നുണ്ട്. നമുക്കിപ്പോ നഷ്ടം വരണോ ലാഭം വരണോ നമ്മളല്ലേ തീരുമാനിക്കണ്ടേ? ഓക്കെ, ബട്ട് 50% കുറയ്ക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ബാക്കിയുള്ള പമ്പിന് നഷ്ടം വരുമെന്നാണ് അവര് പറയണേ. ഞങ്ങളൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മള് നിങ്ങൾക്ക് കാശ് തന്നിട്ടല്ലേ ഈ പമ്പ് എടുത്തേക്കുന്നത്. അപ്പൊ ആ കാശില് നമുക്ക് ലാഭം വേണോ നഷ്ടം വേണോ നമ്മുടെ ചോയ്സ് അല്ലേ, എന്താ തീരുമാനിക്കേണ്ടെന്നുള്ളത്.
ഓക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. ഞാൻ Okay. അതല്ല പറയുന്നേ. ആ. ലൈക്ക് ഇപ്പം ഇവിടെ നിന്ന് ഇപ്പൊ നിങ്ങൾ 50% നിങ്ങൾ ഇവിടെ കുറെ ആൾക്കാരെ ലൈക്ക് ഇപ്പൊ പെട്രോൾ അടിക്കാൻ വന്നു. ഉം. അപ്പൊ ഇതുപോലെ തന്നെ വേറെ കുറെ പമ്പ്സില് See, എന്ത് അത് ആൾക്കാര് ബിസിനസ്, വരാതാവും. അതിനല്ലേ ബിസിനസ് എന്ന് വിളിക്കുന്നേ. നിങ്ങൾ ബിസിനസ് നടത്താൻ തന്നെയല്ലേ നമുക്ക് തന്നേക്കുന്നേ. വല്ല ചാരിറ്റി നടത്താൻ വല്ലതാണോ? പുള്ളിങ്ങനെയല്ല പ്ലാൻ അങ്ങനെയല്ലല്ലോ. ചെയ്തിരുന്നത്. പിന്നെ ബിസിനസ് നടത്തുമ്പോഴത്തേക്ക് അതിൽ ലാഭം വരണോ നഷ്ടം വരണോ നമ്മുടെ ചോയ്സ് അല്ലേ. ബാക്കിയുള്ള പമ്പുകാർക്ക് പമ്പ് അവരെ ആൾക്കാർ വന്ന് അടിക്കണമെങ്കിൽ അവര് റേറ്റ് കുറയ്ക്കട്ടെ. ഓക്കെ അല്ല ലൈക്ക് അതൊരു കോമ്പറ്റീഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ്. See, നിങ്ങളെ പമ്പ് Competition തരുമ്പം പറഞ്ഞല്ലോ, business. അല്ല അതെന്തായാലും അപ്പൊ എന്നാ മിസ്റ്റർ എക്സിലെ എല്ലാവരുടെ അടുത്ത് നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യ്. ഓക്കെ ഓക്കെ അതായിരിക്കും നല്ലത്. കാരണം നമ്മളിതൊരു ഇതിനു വേണ്ടിട്ടല്ലേ നടത്തണേ. ഇതൊരു Competition വേണ്ടിയാണ്. അതെ. ഞങ്ങൾ സത്യത്തിൽ ഇതൊരു പുണ്യപ്രവർത്തിയായിട്ട് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ലാഭം വേണ്ട. നമുക്ക് ഈ സിറ്റിയിലെ ടിവിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല കാര്യം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇത് നടത്തുന്നത്. അതെ, ആധാർ കാർഡ് ഉള്ളവർക്ക് മാസത്തിൽ ഒരു തവണ ഫ്രീ പെട്രോൾ വരെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അല്ല ആദ്യമായിട്ടാണ് ഇത്രയും റേറ്റ് ഈ പമ്പ് ഒരു മിനിറ്റ് ബാബു, മറ്റേ ലോറി മറിച്ചോണ്ടിരിക്കുന്നത്. ആ ഓക്കെ. ഹലോ, അണ്ണ എവിടെ ഉണ്ട്? ഞാൻ പമ്പിലുണ്ട്. നമ്മുടെ പമ്പിൽ തന്നെ ഉണ്ടോ അണ്ണാ? ഞാൻ എവിടെ പോവാനാടാ? നീ നിന്റെ തലക്ക് വെച്ചില്ലേ? ആൾക്കാരുടെ ക്യൂ ഉണ്ടോ? ആൾക്കാർ ക്യൂ ഉണ്ടോ? പിന്നെ ഇവിടെ മറ്റേ ഹണി റോസിനെ കാണാൻ വന്ന തിരക്കാണ് ഇവിടെ നമ്മുടെ ഫ്രണ്ടില്, പമ്പിന്റെ ഫ്രണ്ടില്. അല്ലെങ്കിൽ അതിന് മുന്നേ എല്ലാരും അറിയിച്ചിരിക്കണമായിരുന്നു. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു മീറ്റിംഗ് സംസാരിക്കുന്നതാണ്. ആ, നമ്മുടെ അതെ, ബിസിനസ് എല്ലാം ഞാൻ മാനേജ് പറയാൻ വേണ്ടി ചെയ്യുന്നത് വന്നതാ. മിസ്റ്റർ എ പി പാപ്പനാണ്. ഞാൻ അതാ പുള്ളി AP കോൺഫറൻസ് ഇട്ടത്. ഓക്കെ ഓക്കെ അതെ അതെ അതെ. ഓക്കെ കുഴപ്പമില്ല. പുള്ളിയാണ് നമ്മുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണത്. നമ്മുടെ നമ്മളിതൊക്കെ നമ്മൾ ഇന്ന് പുള്ളിക്ക് വരാൻ പറ്റത്തുള്ളൂ, നമ്മളിത് മുന്നിട്ട് നടത്തുന്നേ ഉള്ളൂ. നമ്മുടെ അക്കൗണ്ട്സ് എല്ലാ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യണത് എ പി പാപ്പനാണ്. ഓക്കെ ഓക്കെ നമ്മുടെ കൂട്ടത്തിൽ ബുദ്ധിപരമായിട്ടുള്ള ആൾക്കാർ വെച്ച് കുറച്ച് മാസ്റ്റർ മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒന്ന് ഐ പി പാപ്പൻ, ഒന്ന് ബാബു, ഇവരൊക്കെയാണ് നമ്മുടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണത്. അല്ല ഇതിലെന്തെങ്കിലും പറയാൻ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മുടെ മിസ്റ്റർ എക്സിനെ മാറ്റും. ബാബു ലൂസിയ, എന്തായാലും പറഞ്ഞതിന് നന്ദി. നമ്മളെ ഇത് ഇൻഫോം ചെയ്തതിന് നന്ദി. എന്തായാലും നമ്മള് മിസ്റ്റർ എക്സ് ആയിട്ട് സംസാരിച്ചോളാം. ഓക്കെ നിങ്ങളൊരു മീറ്റിംഗ് നമുക്ക് എന്തായാലും സംസാരിക്കാം. ഹാവ് എ നൈസ് ഡേ. മറ്റേ ബുക്കിന്റെ കാര്യത്തിൽ ഞാൻ വിളിക്കാനായിട്ട്. ഓക്കെ 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 പകൽ വിളിച്ചാൽ രാത്രിയില് ബുദ്ധിമുട്ട്. പകൽ വിളിച്ചാൽ രാത്രി ആകുമ്പോ എഴുതാൻ ഞാൻ പോട്ടെ. പോട്ടെ. കൊണ്ടുവിടണോ? ഓക്കെ അല്ലൊരു ആൾക്കാരുണ്ട്. ആ ഓക്കെ. നിങ്ങൾ വന്ന ബാബു. നമുക്ക് എന്ത് പേര് മുള്ളി? എ പി പാപ്പനുണ്ടല്ലോ മുള്ളി. ഇയാളെ പരിചയപ്പെട്ടില്ലേ ഇങ്ങനെ? ഇല്ല. ഇതാണ് ജപ്പാൻ കോച്ച്. ജപ്പാൻ കോച്ചാ? അതെ ഇമ്പോർട്ടഡാ? അതെ, ഇമ്പോർട്ടൻറ്റ്. ഓ, അപ്പോ അന്യ സംസ്ഥാന തൊഴിലാളികളായിട്ട് നമ്മൾ രണ്ടുപേരായി ടിവിയില്. സത്യം. ഓക്കെ, നിങ്ങൾ എന്ത് ഭാഷ സംസാരിക്കുന്നു? ഇപ്പൊ കുറച്ചും മലയാളം കത്തുക്കിട്ട് ഇருக்கு. അതെ, പിന്നീട് മലയാളം മാത്രമേ സംസാരിക്കാവൂ എന്നൊരു റൂൾ വരും. അപ്പൊ എന്നെ പോലെ ബ്ലൂവൻ്റ് ആയിട്ട് മലയാളം സംസാരിക്കണം. ഓക്കെ. ഹലോ, ഞാനത് പമ്പിന്റെ ബാക്ക് സൈഡിൽ. ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ മറ്റേ നൈസ് ടു മീറ്റ് യു ബ്രോ. ബാബു ഒന്ന് തിരിഞ്ഞു നോക്കണേ പ്ലീസ്. ഒന്ന് തിരിഞ്ഞു നോക്കണേ. ബാബു കണ്ടെയ്നർ എടുക്കാൻ പോയ ലോറിയാണേ. മുള്ളി പോയത് ചന്ദ്രല്ലേ മുള്ളി? എനിക്കറിയാലോ. കണ്ടെയ്നർ എടുക്കാൻ മറന്നിട്ടുണ്ട്. ചന്ദ്ര ഫസ്റ്റ് സ്റ്റോക്ക് എന്തിയടാ? ലോഡ് കിട്ടില്ലേ? ലോഡൊന്ന് മിസ്സായിപ്പോയി. ഇത് പിള്ളേരെ കുറിച്ച് നല്ല രീതിയിൽ വലിച്ചു നോക്കി. നമ്മളെ കൊണ്ട് ഒക്കൂല. അപ്പൊ ഞാൻ അടുത്ത ലോഡ് എടുക്കാൻ മിസ്റ്റർ എക്സ് വന്നിട്ടുണ്ട്. ഇവിടെ 50% ഫ്ലാറ്റ് പെർസെന്റേജ്, 50%. അപ്പാ സെർവർ കത്തിയേ. കറക്റ്റ് കാര്യം പറയാം. സർവർ ആണോ കേരള വിഷനാണോ ഇപ്പൊ പറഞ്ഞു തരാം. ഇത്ര ദിവസം ഒരു കുഴപ്പമില്ല ഓടിയ സർവർ ആയിരുന്നല്ലോ. എന്ത് പറ്റി? ഇതാവുമ്പോ ഇവിടെ വെച്ചാൽ കാര്യം ചോദിക്കാം. ഓർഡറിന്റെ അടുത്ത് കാര്യം ചോദിക്കും. ഇവിടെ വെച്ചാൽ ഫേസ് ക്യാമറ എല്ലാം ക്ലിയർ ചെയ്യാം. സർവർ കത്തില്ല. കേരള വിഷനകത്തി കേരള 100% ഗ്യാരണ്ടി. ഞാൻ മാത്രമേ കത്തുള്ളല്ലേ. കിക്കാക്കിയതാവൂ. ഗൈസ് എനിവേ ഞാൻ എന്തായാലും ഇത്രേ ഉള്ളായിരുന്നു. ഞാൻ ഇനി തിരിച്ചു കയറുന്നില്ല. അതാ അവരെല്ലാം പിള്ളേരെല്ലാം വെളിയിൽ നിൽക്കുന്നത്. അവരൊന്നും കഴിച്ചില്ല ഗൈസ്. ഞാൻ അവർക്ക് ഫുഡൊക്കെ ഒന്ന് കൊടുക്കട്ടെ.
അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഇന്നത്തെ RP ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് നാളെ കുറച്ച് ലോങ് സ്ട്രീം ഇടാം ഗൈസ്. നാളെ നമുക്ക് കുറച്ച് ലോങ് സ്ട്രീം ഇട്ടിട്ട് നാളെ ഇത് തീർക്കാം. എന്താ നമ്മുടെ ഗോഡ് ഓഫ് വാർ കുറച്ച് മണിക്കൂർ അധികം സ്പെൻഡ് ചെയ്ത് തീർക്കുക. കാരണം ആ ഗെയിമിന് കണ്ടിന്യൂഷൻ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ശോകമാവും. ഞാൻ ഇന്ന് ചെയ്യാതിരുന്നതാ, പക്ഷേ ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഞാൻ ഇവരുടെ അടുത്തോടെ ഒന്ന് ചെല്ലട്ടെ, ഇനി നിന്ന് ഡിലേ ആവും. അപ്പോൾ ബൈ. നേരത്തെ വരാം. അപ്പോൾ ബൈ. ടാറ്റ. നാളെ കാണാം. അപ്പോൾ ബൈ എല്ലാവർക്കും. ഈഗിൾ ഗെയിമിംഗ് സൈനിങ് ഓഫ്. സുഖനിദ്ര, ശുഭനിദ്ര. See you tomorrow guys. Bye.